നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നും രുദ്രാക്ഷത്തിന്റെ മഹാത്മ്യം അറിയിക്കുന്ന ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഇന്ന് രുദ്രാക്ഷ ധാരണത്തിന്റെ പ്രയോജനമാണ് നിങ്ങൾക്കായിട്ട് പറയുന്നത്. നമുക്ക് നേരിട്ട് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. രുദ്രാക്ഷം ദർശിച്ചാൽ തന്നെ പുണ്യമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. സ്പർശിച്ചാൽ കോടി പുണ്യവും പറയുന്നു. ധരിച്ചാൽ അത് 100 കോടിയിലധികം പുണ്യമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. രുദ്രാക്ഷം നിത്യവും ധരിച്ചുകൊണ്ട് ജപിക്കുന്നത് അനന്തമായ പുണ്യം ലഭിക്കുന്നതിന് സഹായിക്കും. രുദ്രാക്ഷത്തെക്കാൾ ഉത്തമമായിട്ടുള്ള ഒരു സ്തോത്രവും വ്രതവും മറ്റൊന്നും തന്നെ ഇല്ല. അക്ഷയമായിട്ടുള്ള ദാനങ്ങളിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള ദാനമാണ് രുദ്രാക്ഷ ദാനം. ഒരു രുദ്രാക്ഷമെങ്കിലും ധരിച്ചിട്ടുള്ളവർ മാംസഭോജനവും മദ്യപാനവും ചണ്ടാല സഹവാസവും അധർമ്മ പ്രവർത്തികളും ഒക്കെ മൂലമുണ്ടായ പാപങ്ങളിൽ നിന്ന് മുക്തരാകും എന്നാണ്. സർവയജ്ഞങ്ങളും തപസ്സും ദാനവും വേദാഭ്യാസവും ഒക്കെ കൊണ്ട് എന്താണ് ഫലം ഒരു വ്യക്തിക്ക് ലഭിക്കുക? അതിന് തുല്യമായിട്ടുള്ള ഫലത്തെ രുദ്രാക്ഷ ധാരണത്തിലൂടെ ലഭിക്കും. വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന തപസ്സും വ്രതവും വേദാധ്യയനവും ഒക്കെ രുദ്രാക്ഷ ധാരണത്തിലൂടെ അതിന് തുല്യമായിട്ടുള്ള പ്രയോജനത്തെ പെട്ടെന്ന് ലഭിക്കുന്നു എന്നുള്ളതാണ് രുദ്രാക്ഷ ധാരണത്തിന്റെ പ്രയോജനം. 4 വേദങ്ങൾ അഭ്യസിക്കുക, പുരാണങ്ങൾ അഭ്യസിക്കുക, തീർത്ഥാടനം നടത്തുക, സർവവിദ്യകളും കരസ്ഥമാക്കുമ്പോൾ കിട്ടുന്ന അറിവ്, ഇവയെല്ലാം രുദ്രാക്ഷ ധാരണത്തിലൂടെ ലഭിക്കുന്നു. രുദ്രാക്ഷം കഴുത്തിലോ കയ്യിലോ കെട്ടിക്കൊണ്ട് ഒരാൾ മരണപ്പെട്ടാൽ അവർ രുദ്രപദം പ്രാപിക്കുമെന്നാണ് വിശ്വാസം. തന്റെ കുലത്തിന്റെ 21 തലമുറയെ ഉദ്ധരിക്കുന്നതിനായിട്ട് ആ വ്യക്തി രുദ്രലോകത്ത് വസിക്കുമെന്നാണ്. ഭക്തിയില്ലാതെ രുദ്രാക്ഷം ധരിച്ചുകൊണ്ട് നിത്യവും പാപകർമ്മം ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും അവൻ പാപകർമ്മങ്ങളിൽ നിന്ന് മുക്തനായി തീരുമെന്നാണ് വിശ്വാസം. രുദ്രാക്ഷം ധരിച്ചുകൊണ്ട് മരണപ്പെട്ടാൽ മൃഗത്തിന് പോലും മോക്ഷമുണ്ടാകുമെന്നാണ് വിശ്വാസം. പിന്നെ മനുഷ്യന്റെ കാര്യത്തെക്കുറിച്ച് എടുത്തു പറയണമോ എന്നാണ് ദേവി ഭാഗവതത്തിൽ പറയുന്നത്. നമുക്കിനി രുദ്രാക്ഷ ധാരണത്തിന്റെ ഒരു ശാസ്ത്രീയ വീക്ഷണം നടത്താം. രുദ്രാക്ഷത്തിൽ അതിസൂക്ഷ്മമായിട്ടുള്ള കാന്തിക ഊർജം പ്രവഹിക്കുന്നുണ്ട്. അതിൽ നിന്ന് പ്രവഹിക്കുന്ന കാന്തിക ഊർജം മനുഷ്യ ശരീരത്തിന്റെ ഊർജത്തിന് സമാനമാണ്. അതുകൊണ്ട് തന്നെ അത് മനുഷ്യ ശരീരത്തെ പല വിധത്തിൽ സ്വാധീനിക്കുന്നു. മനുഷ്യന്റെ ഓറയുമായി ചേർന്ന് അതിന്റെ വ്യാപ്തി വർദ്ധിക്കുകയും ആ ഓറയെ അചഞ്ചലമായി നിർത്തുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നു. അതുവഴി ശാരീരികമായിട്ടും മാനസികമായിട്ടും വൈകാരികമായിട്ടും രുദ്രാക്ഷം ധരിക്കുന്ന വ്യക്തിക്ക് സന്തുലനാവസ്ഥ ലഭ്യമാകുന്നു. ഇപ്രകാരം കോസ്മിക് എനർജി കൂടുതൽ ലഭ്യമാകുക വഴി ഗ്രഹദോഷങ്ങൾ, ഊർജ തടസ്സങ്ങൾ അഥവാ എനർജി ബ്ലോക്സ് എന്നിവയെല്ലാം ശമിക്കുന്നു. ഹൃദയം, ശ്വാസകോശം, അന്തസ്രാവ ഗ്രന്ഥികൾ, ചയാപചയം, രക്തചംക്രമണം എന്നീ പ്രവർത്തനങ്ങളെയൊക്കെ ക്രമീകരിക്കുന്നതിന് രുദ്രാക്ഷത്തിന് സാധിക്കുന്നു. ശരീരത്തിലെ വിവിധ രാസഘടകങ്ങൾ രുദ്രാക്ഷത്തിൽ സമ്പുഷ്ടമായിട്ടുണ്ട്. രുദ്രാക്ഷം ഒരു ഉത്തമമായിട്ടുള്ള ആന്റി ഓക്സിഡന്റ് ആണ്. ഈ ആധുനിക കാലത്ത് മൊബൈൽ ഫോൺ, TV, കമ്പ്യൂട്ടർ, റേഡിയോ തുടങ്ങിയ ഏതു വിധത്തിലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ നിന്നും പ്രസരിക്കുന്ന തരംഗങ്ങളുടെ നെഗറ്റീവ് എനർജിയെ ശരീരത്തിന് പ്രതിരോധിക്കുന്നതിന് രുദ്രാക്ഷ ധാരണം സഹായിക്കുന്നു. രുദ്രാക്ഷത്തെ കുറിച്ച് ഇനിയും ഏറെ അറിവുകളുണ്ട്. രുദ്രാക്ഷം ആർക്കൊക്കെ ധരിക്കാം, രുദ്രാക്ഷം എപ്രകാരം ശുദ്ധീകരിക്കാം തുടങ്ങിയ വിഷയങ്ങളെ അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.